വിസ്മയങ്ങളുടെ പുതിയൊരു ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. 1980കളുടെ ആരംഭം. പഞ്ചാബിന്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശി തുടങ്ങിയിരുന്നു. സിഖ് വിശ്വാസത്തിന്റെ തീവ്രമുഖമായി വളർന്നു വന്ന ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലെ എന്ന യുവനേതാവും അനുയായികളും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ആയുധമെടുത്തു. അവരുടെ ആവശ്യം സിഖുകാർക്ക് മാത്രമായി ഖാലിസ്ഥാൻ എന്നൊരു പ്രത്യേക രാജ്യം വേണമെന്നായിരുന്നു. ഭിന്ദ്രൻവാലയും സംഘവും തങ്ങളുടെ ശക്തി കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ലോകമെമ്പാടുമുള്ള സിഖുകാരുടെ ഹൃദയമായ സുവർണക്ഷേത്ര സമുച്ചയമായിരുന്നു. ശാന്തിയുടെ ഭവനമായിരുന്ന ക്ഷേത്രാങ്കണം അങ്ങനെ വെടിയൊച്ചകൾ നിറയുന്ന ഒരു ആയുധപ്പുരയായി മാറി. ദേവാലയത്തിന്റെ പവിത്രത കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ നടപടി സിഖ് സമൂഹത്തിനിടയിൽ പോലും വലിയ വേദനയുണ്ടാക്കി. പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഡൽഹിയിൽ ഒരു തീരുമാനമുണ്ടായി. അന്നത്തെ അതിശക്തയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കടുത്തതും എന്നാൽ നിർണായകമെന്ന് അവർ കരുതിയതുമായ ഒരു അന്തിമ നടപടിക്ക് ഉത്തരവിട്ടു. അതായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂൺ 1 ആരംഭിച്ച ആ സൈനിക നീക്കം ജൂൺ 8 വരെ നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ പോരാട്ടമായി മാറി. ടാങ്കുകളും ആധുനിക ആയുധങ്ങളുമായി ഇന്ത്യൻ സൈന്യം ചരിത്രത്തിലാദ്യമായി ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. ഏറ്റുമുട്ടൽ അതീവ തീവ്രമായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സിഖ് മതത്തിന്റെ പരമോന്നത സിംഹാസനമായ ശ്രീ അകാൽ തഖ്ത് കെട്ടിടം പൂർണ്ണമായും തകർന്നു. ഭിന്ദ്രൻവാലെ ഉൾപ്പെടെ നിരവധി പോരാളികൾ കൊല്ലപ്പെട്ടു. എന്നാൽ അതിനേക്കാളേറെ നിരവധി സൈനികരും സാധാരണ പൗരന്മാരും മരണപ്പെട്ടു. സുവർണക്ഷേത്രത്തിൽ ചോരയും വെടിയുണ്ടകളും നിറഞ്ഞ ആ ദിനങ്ങൾ ഓരോ സിഖ് വിശ്വാസിയുടെയും ആത്മാവിൽ ആഴമുള്ള മുറിവുണ്ടാക്കി. സുവർണക്ഷേത്രത്തിലെ ഈ നടപടി ദേശസ്നേഹിയായ ഒരു പ്രധാനമന്ത്രിയുടെ കടുപ്പമേറിയ തീരുമാനമായിരുന്നിരിക്കാം. പക്ഷേ സിഖ് സമൂഹത്തിന്റെ മനസ്സിൽ അതൊരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി അവശേഷിച്ചു. പ്രതികാരത്തിന്റെ കനൽ അവരുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരുന്നു. കൃത്യം 4 മാസങ്ങൾക്കിപ്പുറം 1984 ഒക്ടോബർ 31 ഡൽഹിയിൽ ആ സംഭവം അരങ്ങേറി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം അംഗരക്ഷകരിൽ സിഖുകാരായിരുന്ന ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും ഇന്ദിരാഗാന്ധിയുടെ നേർക്ക് നിറയൊഴിച്ച് അവരുടെ പ്രതികാരം നടപ്പിലാക്കി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉത്തരവിട്ട ആ ഉരുക്കു വനിത ജനലക്ഷങ്ങളെ കണ്ണീരിലാഴ്ത്തി ചരിത്രത്തിൽ നിന്ന് വിടവാങ്ങി. എന്നാൽ ആ ദുരന്തം അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം രാജ്യമെങ്ങും പ്രത്യേകിച്ച് ഡൽഹിയിൽ സിഖ് വിരുദ്ധ കലാപങ്ങൾക്ക് തിരികൊളുത്തി. ആയിരക്കണക്കിന് നിരപരാധികളായ സിഖുകാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. ഈ കലാപങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും ഇരുണ്ടതും ലജ്ജാകരവുമായ ഒരധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. സുവർണക്ഷേത്രത്തിലെ സൈനിക നടപടി രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയുടെ ദാരുണമായ കൊലപാതകത്തിലേക്കും ആയിരക്കണക്കിന് നിരപരാധികളുടെ മരണത്തിലേക്കും നയിച്ച ഒരു ദുരന്ത പരമ്പരയുടെ ആരംഭമായിരുന്നു. ശാന്തിയുടെ കേന്ദ്രമായ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ആ തീജ്വാല രാഷ്ട്രത്തിന്റെ ഹൃദയത്തെ തന്നെ കരിച്ചു കളഞ്ഞു.
രാഷ്ട്രീയം ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ സമാധാനമാണ് ആദ്യം ബലിയർപ്പിക്കപ്പെടുന്നത്. ഇന്ന് വീണ്ടും സ്വർണത്തിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീ ഹർമന്ദിർ സാഹിബ് ആ ദുരന്തങ്ങളെ അതിജീവിച്ച വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും മാനവ ഐക്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. അമൃത് സരോവറിലെ ശാന്തമായ ജലപ്പരപ്പിൽ പ്രതിഫലിക്കുന്ന ആ സുവർണക്ഷേത്രം ഭൂതകാലത്തിലെ വേദനകളെ ഓർത്തെടുക്കുമ്പോഴും ഭാവിയിൽ ശാന്തിയും സാഹോദര്യവും പുലർത്താനുള്ള ഒരു രാജ്യത്തിൻ്റെ നിശബ്ദമായ പ്രത്യാശയുടെ പ്രകാശമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.